ഇന്ന് രാവിലെ മക്കൾ മദ്രസയിൽ പോകുന്ന ടൈമിൽ രാവിലെ പ്രത്യേകിച്ച് മഴയൊന്നും ഇല്ലെങ്കിലും അവർ മദ്രസ വിട്ട് വരുന്ന ടൈം ആയപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു കേട്ടോ. രണ്ടുപേരും കുടയും കോട്ടാണെങ്കിൽ എടുത്തിട്ടില്ല. പിന്നെ എനിക്ക് ആകെ ടെൻഷൻ, കാരണം ചെറിയ മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇവിടം വരെ മഴ കൊണ്ടുവരുമ്പോഴത്തേക്കും ഒരു പരുവാവും. അപ്പോൾ വേഗം ഞാൻ കോട്ടും കുടയൊക്കെ എടുത്തിട്ട് അവരെ കൊണ്ടുവരാൻ വേണ്ടി പോയിട്ടോ. അങ്ങനെ വീട്ടിൽ വന്നിട്ടാണ് പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ദോശ അടുപ്പത്താവുന്ന ടൈമിൽ നമുക്ക് പെട്ടെന്നൊരു ചമ്മന്തി ഉണ്ടാക്കാം. മിക്സിൻ്റെ ജാറിൽ സവാളയും തക്കാളിയും മുളക് പൊടിയും ഉപ്പും പിന്നെ ചെറിയൊരു പീസ് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള മുളക് ചമ്മന്തി റെഡിയാവും കേട്ടോ. ഭയങ്കര സിമ്പിളാണ്, പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. പിന്നെ തലേദിവസത്തെ നമ്മുടെ പരിപ്പ് കറി ഉണ്ടായിരുന്നു, അതും കൂടി എടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടിച്ചു വാരിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് വിളിച്ച് പറഞ്ഞത് കല്യാണം ഉണ്ട്, നമുക്ക് കല്യാണത്തിന് പോകാം, അതുകൊണ്ട് ചോറും കറിയൊന്നും വെക്കണ്ടാന്ന് കേട്ടോ. അങ്ങനെ നമ്മൾ വേഗം വരുമ്പോഴത്തേക്കും വേഗം റെഡിയായി നിന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ആളുടെ കല്യാണമാണെന്നുണ്ടെങ്കിലും കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയം നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. നൊട്ടമ്മല എന്ന് പറഞ്ഞ സ്ഥലത്തിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് ആ കാറിലാണ് പോയിട്ട്, കാരണം ഇപ്പോഴത്തെ വെയിലിന് പ്രതീക്ഷ നമ്മൾ സ്കൂട്ടിയിലോ ബൈക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ പകുതി എത്തുമ്പോഴത്തേക്കും നമ്മളാകെ നനഞ്ഞ് കുളിച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മൾ വന്നപ്പോഴത്തേക്കും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം കുറേ പേരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. 2 മണി 1:30 ആയിട്ടുണ്ടായിരുന്നു നമ്മളവിടെ എത്തിയപ്പോൾ. പിന്നെ വന്നപ്പോൾ വേഗം കുറച്ച് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു. പിന്നെ വേഗം ചെക്കനും പെണ്ണിനെയൊക്കെ കുറച്ച് നേരം കണ്ടിരുന്ന് നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. 1:30 കഴിഞ്ഞതുകൊണ്ട് തന്നെ തിരക്കൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആ കുറച്ച് ബിരിയാണി മന്തിയൊക്കെ കഴിച്ച് ലാസ്റ്റ് കുറച്ച് സ്വീറ്റ്സും പെറുക്കിയെടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ.